നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, ചെറിയ വീഡിയോ ആണ്, പക്ഷെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് വീഡിയോ ആണ്. ഈ തെറ്റുകൾ ആവർത്തിക്കരുത്. അതിന് മുമ്പേ ഓൺലൈൻ ബാച്ചസിനെ കുറിച്ച് പറയാം. അത് 24, 25, 26 ഒക്കെ ഫസ്റ്റ് ബാച്ചാണ്. അടുത്തത് തിങ്കളാഴ്ച മുതൽ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് റിപ്ലൈ കിട്ടിയിരിക്കും. ലേറ്റ് ആയാലും കാരണം ഓർഡറിലാണ്, അതുപോലെ മെസ്സേജിൽ വരികയാണ്. ഓർഡറിലായിരിക്കും തിരിച്ച് റിപ്ലൈ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, റിസൾട്ട് നന്നായിട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് കുട്ടികൾക്കും ആത്മവിശ്വാസം കിട്ടുന്നത്. നമുക്കിത് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം, വിജയം ഉറപ്പിക്കാം എന്ന് പറയുന്നത്. നമ്മൾ റെഗുലർ ബാച്ചിനെ എങ്ങനെ കാണുന്നു അതിനേക്കാട്ടിൽ ഇരട്ടിയായിരിക്കും നമ്മൾ സേവ് ബാച്ചിനോടുള്ള രീതികളിപ്പോൾ. അന്നേരം അത് നിങ്ങൾ ഒരു ടെൻഷൻ വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ കിട്ടും, നിങ്ങൾക്ക് ചേർന്ന് കഴിഞ്ഞാൽ വിജയം ഉറപ്പിക്കാം. അന്നേരം ഇനി ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. തെറ്റുകൾ ആവർത്തിക്കരുത് എന്ന് പറയുമ്പം, ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം 23-ാം തീയതിയാണ്, മെയ് 23. എനിക്കറിയാവുന്ന പല വർഷങ്ങളിൽ, നമ്മളിപ്പോൾ 5-6 വർഷമായിട്ട് സേഡ ബാച്ചിന് ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പം ഒരുപാട് കുട്ടികൾ പഠിച്ച് കുറേ കഴിഞ്ഞിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞ ശേഷം, സാറേ ഒരു തെറ്റ് പറ്റിപ്പോയി, ഞങ്ങൾ സേ എക്സാമിന് അപ്ലൈ ചെയ്തില്ല. എവിടെ പോയില്ലേ, ഒരു വർഷം പോയില്ലേ? സേ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റിൽ തന്നെ അപ്ലൈ ചെയ്യണം. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കരുത്. ഇതൊരു താക്കീതായിട്ട് നിങ്ങൾ എടുത്തോ, സ്നേഹം കൊണ്ടുള്ള താക്കീതാണ്. കാരണം വേറൊന്നുമല്ല, മെയ് 27-ാം തീയതിയാണ്, അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു ദിവസം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒരു ഫൈനോടും കൂടിയല്ല, സാധാരണ രീതിയിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. നമ്മൾ ഒരു ഡേറ്റ് മുന്നോട്ട് വേണ്ട, ഇന്ന് വേണ്ട, അടുത്ത ദിവസം വേണ്ട. നിങ്ങൾ ഇപ്പോൾ അടുത്ത ദിവസം ഏത് ദിവസമാണോ അത് നിങ്ങൾ സ്കൂളിലോ അതല്ലെങ്കിൽ ഏത് രീതിയിലാണോ അപ്ലൈ ചെയ്യേണ്ട, ആ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ അങ്ങ് അപ്ലൈ ചെയ്തിരിക്കണം. സൂപ്പർ ഫൈനോടുകൂടി 31-ാം തീയതി വരെ ഉണ്ട് എന്ന് വിചാരിച്ചൊന്നും നോക്കിയിരിക്കരുത്. ചിലപ്പോൾ എന്തെങ്കിലും സൈറ്റിൻ്റെ പ്രശ്നങ്ങളോ എന്തെങ്കിലും കൊണ്ട് നമുക്ക് പണി കിട്ടിയാൽ നമ്മുടെ ഭാവിയാണ് പോകുന്നത്. നമ്മുടെ ഭാവി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി, അത് നമുക്കും അതുപോലെ ഒരു അധ്യായം എന്നുള്ളത് നമുക്കും വിഷമമാണ്. കാരണം നന്നായിട്ട് പഠിച്ച് ഉറപ്പിച്ച് ജയിക്കുമെന്ന് ഉറപ്പിച്ച് കഴിയുമ്പോഴാണ് അപ്ലൈ ചെയ്തില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മണ്ടത്തരം ഇനി ആവർത്തിക്കരുത്. ആവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷ എഴുതുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റുപോയെന്ന് പറഞ്ഞത്. പിന്നെ ഒരു വർഷം നമ്മൾ വെയിറ്റ് ചെയ്യണം. അന്നേരം അടുത്ത വർഷം വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് ചിലപ്പം ഭയങ്കരമായ മാറ്റങ്ങളായിരിക്കും സിലബസിൽ വരുന്നത്. അത് ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് സേ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട കൃത്യം ഡേറ്റിൽ തന്നെ അപ്ലൈ ചെയ്യുക. അതിന് ആ ദിവസം വേറെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ അതിനായിട്ട് ഇറങ്ങുക. ഉറപ്പായിട്ടും അത് തന്നെ കുറേ മാറ്റങ്ങളാണ്. കാരണം ഒരു 20% കേരളത്തിലെ കുട്ടികൾ അപ്ലൈ ചെയ്യത്തില്ല, മറന്നു പോകുന്നു എന്നുള്ളതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ തെറ്റുകളൊന്നും. ആ തെറ്റ് ആവർത്തിക്കരുത്. അതിൽ പരമാവധി ഇങ്ങനെയുള്ള വീഡിയോസ് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. കാരണം ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ വലിയ ജീവിതത്തിലുണ്ടാകുന്ന വലിയ വലിയ പാളിച്ചകളും ഉണ്ടാകും. ചെറിയ കാര്യങ്ങൾ ചിലപ്പം അത് തിരുത്തിയാൽ നമ്മൾ ആ പാളിച്ചകളിൽ നിന്ന് ഭയങ്കര വിജയവും ഉണ്ടാകും. അന്നേരം ഇത് ചെറിയ കാര്യമായിട്ട് എടുക്കരുത്, വലിയ കാര്യമായിട്ട് തന്നെ എടുക്കുക, കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാ ബാച്ചസും നിങ്ങൾക്ക് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് കിട്ടും. എല്ലാ സബ്ജക്ട്സും 10-35 അധ്യാപകരോളം റെഡിയാണ്. അവരുടെ ക്ലാസ്സുകളെല്ലാം റെഡിയാണ്. അവരുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് പാറ്റേൺ മാറുന്നതിനനുസരിച്ച് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ളവർക്കെല്ലാം ചേരാം. അത് 1 ദിവസം 2 ദിവസം 3 ദിവസം വൈകിയാൽ പോലും നിങ്ങൾക്കത് എല്ലാവർക്കും ചേരാൻ പറ്റും. ആദ്യമുള്ള എല്ലാ ക്ലാസ്സുകളും കിട്ടും. അതാണ് ശ്രദ്ധിക്കുന്നത്. ആദ്യമുള്ള എല്ലാ ക്ലാസ്സുകളും, ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് മിസ്സാകത്തില്ല, ഒറ്റ ക്ലാസ് പോലും. അന്നേരം മാക്സിമം നന്നായിട്ട് പഠിക്കുക. നല്ല മാർക്ക് കിട്ടുമെന്നല്ല, നിങ്ങൾ ഗംഭീരമായിട്ട് ജയിച്ച് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗീവ് അപ്പ്.